മലപ്പുറത്ത് തോറ്റ KSU നേതാവിനെ VC ഇടപെട്ട് ജയിപ്പിച്ചു. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് KSU യൂണിറ്റ് പ്രസിഡന്റായിരുന്ന ജംഷിയ ഷിർനെയാണ് ജയിപ്പിച്ചത്. സർവകലാശാലയിലെ പരീക്ഷാ ചട്ടങ്ങൾ മറികടന്ന് ജയിപ്പിക്കാൻ VC ഡോക്ടർ P. രവീന്ദ്രന്റെ ഓഫീസ് ഇടപെട്ടു. BSc സൈക്കോളജി 6ാം സെമസ്റ്ററിന്റെ പ്രൊജക്ട് പേപ്പറിൽ ജംഷിയ പരാജയപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ KT സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ VCയുടെ രാഷ്ട്രീയം എന്തെന്ന് വളരെ തരത്തിൽ വ്യക്തമാകുന്നു. രണ്ടാമത്, ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നേരത്തെയും ഒരുപക്ഷെ VCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കാം. അനധികൃതമായ ഇടപെടൽ എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്? സിജു സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവ് കൂടിയാണ് ഇപ്പോൾ താൽക്കാലിക VC ആയ ഡോക്ടർ P. രവീന്ദ്രൻ. അദ്ദേഹം ഇടപെട്ടാണ് BSc സൈക്കോളജി 6ാം സെമസ്റ്ററിൻ്റെ പ്രൊജക്ട് പേപ്പറിൽ ജംഷിയ ഷെറിൻ പരാജയപ്പെട്ടിരുന്നു. സർവകലാശാല നിയമമനുസരിച്ച് പ്രൊജക്ട് പേപ്പറിൽ മൂല്യനിർണ്ണയം അനുവദിക്കുകയില്ല. എന്നാൽ ഇവർ വൈസ് ചാൻസലർക്കും അതോടൊപ്പം തന്നെ പരീക്ഷാ കൺട്രോൾക്കും പുനർമൂല്യനിർണ്ണയം നടത്തണമെന്നാവശ്യപ്പെട്ട ഒരു അപേക്ഷ നൽകിയിരുന്നു. ഇത് നിയമവിരുദ്ധമാണെന്ന് പരീക്ഷാ ഭവൻ ചൂണ്ടിക്കാണിച്ചെങ്കിലും ഇത് പരിഗണിക്കാതെ VC ജയിപ്പിച്ചു വിടുകയായിരുന്നു. അതിന് വൈസ് ചാൻസലറുടെ ഓഫീസ് ഒരു പ്രത്യേക താല്പര്യമെടുത്ത് ഒരു മെസ്സഞ്ചറെ വെച്ച് പരീക്ഷാ ഭവനെ മറികടന്ന് ഈ പേപ്പറുകൾ, ഈ പ്രൊജക്റ്റ് പുനർമൂല്യനിർണ്ണയത്തിനായി VCയുടെ മുൻപിലെത്തിച്ചു. അതിനുശേഷം ഇല്ലാത്ത പുനർമൂല്യനിർണ്ണയം 2 കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ പ്രതിനിധികളായ 2 അധ്യാപകരെ വെച്ചാണ് ഈ പരീക്ഷയിൽ വിജയിപ്പിച്ച് വിട്ടിരിക്കുന്നത്. ഇത് വലിയ വിവാദമാവുകയും ഇതിനകത്ത് വലിയ ചർച്ചയാവുകയും ചെയ്തതോടെ ഇത് സെനറ്റിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം വന്നു. അതിന് കത്ത് നൽകിയപ്പോൾ അത് സ്വീകരിക്കാനും VC തയ്യാറായിട്ടില്ല. സിജു, ശരി, KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.